ശ്രീ ഷാജി ജോസഫ്, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഷാജി ജോസഫ്, അതായത് നിരവധി ഇത്തരത്തിൽ അന്തർദേശീയവും ദേശീയവുമായ വാർത്തകളൊക്കെ ശേഖരിക്കുകയും ചെയ്ത ആ അനുഭവ പശ്ചാത്തലങ്ങളിലൊക്കെ നിന്നുകൊണ്ട് നോക്കൂ, വത്തിക്കാനിലെ ആ ചത്തുരത്തിൽ, കത്തോലിക്ക സഭയ്ക്ക് പുറത്തു നിന്ന് നോക്കുമ്പോൾ ആ വത്തിക്കാനിലെ ചത്തുരത്തിൽ കേവലം ഒരു മതവിശ്വാസത്തിൻ്റെ പ്രകീർത്തനങ്ങൾ പറഞ്ഞു മാത്രം പോകുന്ന ഒരു പാപ്പയല്ലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം ഇത്തരത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടവരെ, യാഥാസ്ഥിതികതയുടെ ഉരുണ്ടുപോക്കിൽ തെറിച്ചുപോയ മനുഷ്യരെ, ഇവരെയൊക്കെ ചേർത്ത് പിടിച്ചു. ഭിന്ന ലൈംഗികതയുള്ളവരെ, മാത്രമല്ല സ്ത്രീകളുടെ കാൽ കഴുകി ചുംബിക്കണം എന്ന് അദ്ദേഹം വാശി പിടിച്ചു. അങ്ങനെ അങ്ങ് സ്നേഹത്തിൻ്റെ ആ ലാറ്റിൻ അമേരിക്കൻ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം അങ്ങനെ ആ സ്നേഹത്തിൻ്റെ പുഷ്പിക്കുകയായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ഈ സുവിശേഷങ്ങളുടെ അത്തരം വശങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാനായി എന്ന ഒരു വലിയ നേട്ടം കൂടി കത്തോലിക്ക സഭയെ സംബന്ധിച്ചും അദ്ദേഹത്തെ ഉണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈ വിപ്ലവകരമായ മാറ്റങ്ങളുടെ, മനുഷ്യപക്ഷങ്ങളുടെ വശത്തെ സഭ എത്ര കണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്? എന്നാൽ മാത്രമേ ഈ പാപ്പ പുനർജനിക്കുകയുള്ളൂ. ഇനി അടുത്ത പാപ്പയിലേക്കും ഇത്തരം പുരോഗതിയുടെ ഒരു സന്ദേശം എത്തുകയുള്ളൂ. അപ്പം എങ്ങനെയാണ് ആ സഭ ഈ വ്യക്തിത്വത്തെ ഉൾക്കൊണ്ടിട്ടുള്ളത്? അങ്ങനെ കൂടി നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. ഷാജി ജോസഫ്. ഫ്രാൻസിസ് പാപ്പ എന്ന് പറയുന്ന ആ വലിയ വ്യക്തിത്വത്തെ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ ബ്രൂട്ടസിന്റെ മരണശേഷം മാർക്ക് ആന്റണി അവസാനം പറയുന്ന ഒരു പ്രസംഗത്തിലെ ഒരു വാചകമാണ്. ഹിയർ വാസ് എ മാൻ, വെൻ കംസ് അനദർ. ഈ പോപ്പിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഹിയർ വാസ് എ റവല്യൂഷണറി പോപ്പ്, വെൻ കംസ് അനദർ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് അദ്ദേഹത്തിനുള്ള എന്റെ ട്രിബ്യൂട്ട്. ഇത് ഞാൻ പറയാൻ കാരണം, തീർച്ചയായും ശ്രീ ഷാജി ജോസഫ്, താങ്കൾ പറയുന്നത് ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല. മാർക്ക് ആൻ്റണിയുടെ വാക്കുകൾ പറഞ്ഞെടുത്ത് നിന്ന് പിന്നെ ഇങ്ങോട്ട് എത്തിയില്ല. എന്തോ നെറ്റിന് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഒരിക്കൽ കൂടി താങ്കൾ ആവർത്തിച്ചാൽ. ഹലോ, ഇപ്പോൾ കേൾക്കാം. ഹലോ, ഞാൻ പറഞ്ഞത് മാർക്ക് ആന്റണി ബ്രൂട്ടസിന് കൊടുത്ത അവസാനത്തെ ട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഹിയർ വാസ് എ മാൻ, വെൻ കംസ് അനദർ. ഇവിടെ ഫ്രാൻസിസിന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഹിയർ വാസ് എ റവല്യൂഷണറി പോപ്പ്, വെൻ കംസ് അനദർ. ഇത് ഞാൻ പറയാൻ കാരണം, കാലഘട്ടങ്ങളായി നാം പിന്നോട്ട് നോക്കിയാൽ കത്തോലിക്ക സഭയുടെ യാഥാസ്ഥിക മുഖത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, വത്തിക്കാനിൽ നിന്ന് തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് സഭ മാറണം, സഭയുടെ ചിന്താഗതികൾ മാറണം, അശരണർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദരിദ്രർക്കും വേണ്ടി ആരോടും ഒരു കോംപ്രമൈസും ചെയ്യാതെ പാഠമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയ്ക്ക് നൽകിയത്, സഭാവിശ്വാസികൾക്ക് നൽകിയത്. നമ്മൾ ഓർക്കണം, നേരത്തെ എനിക്ക് മുമ്പേ സംസാരിച്ചവരെല്ലാം പല കാര്യങ്ങളും പറഞ്ഞു. ഇങ്ങനെയുള്ള എല്ലാ പ്രവൃത്തിയിലും പോപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിശ്വാസം അദ്ദേഹം നമ്മുടെ മുൻപിൽ പ്രകടിപ്പിച്ചത്, സഭ സമയത്തിനും കാലഘട്ടത്തിനും അനുസരിച്ച് മാറിയെങ്കിൽ മാത്രമേ കാലഘട്ടത്തിനനുസരിച്ചുള്ള വിശ്വാസ സംഹിതകളിലേക്ക് വിശ്വാസികളെ മാത്രമല്ല കത്തോലിക്ക സഭയ്ക്ക് പുറത്തു നിൽക്കുന്ന മറ്റു മതസ്ഥരെയും ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പഠിപ്പിച്ച പോപ്പാണിത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രാൻസിസ് പാപ്പയുടെ ധൈര്യമുള്ള മുഖത്തിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്, എനിക്ക് തെറ്റ് പറ്റിയെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിൽ യാതൊരു വിധത്തിലുമുള്ള പ്രശ്നം അദ്ദേഹം കണ്ടിരുന്നില്ല. കത്തോലിക്ക സഭയിൽ തെറ്റുകളെ പറയാൻ പഠിപ്പിക്കുന്ന പോലെ മേയാ കുൾപ്പ, മേയാ കുൾപ്പ, മേയാ മാക്സിമ കുൾപ്പ എന്ന് പഠിപ്പിക്കുന്നത് പോലെ തന്നെ താൻ എടുത്ത ചില നടപടികളിൽ ചില വീഴ്ചകൾ ഉണ്ടായപ്പോൾ അതെനിക്ക് തെറ്റുപറ്റിയതാണ് എന്ന് ലോകത്തോട് തുറന്നു പറയാനുള്ള മനോധൈര്യം കാണിച്ച ഈ പോപ്പിനോട് ഈ സഭ
എന്നേക്കുമായി കടപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ഈ സഭയുടെ പുതിയ മുഖത്തിനായി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അർജന്റീനിയൻ ഫുട്ബോൾ ആരാധകനായിരുന്ന ഈ പോപ്പ് വത്തിക്കനിൽ ഇരുന്നു കൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന, സഭയ്ക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന ഓരോ നീക്കങ്ങളും ജനഹൃദയങ്ങളിലും സഭയുടെ ഏറ്റവും വലിയ വിശ്വാസ പ്രഘോഷണ രംഗത്തും ഗോളുകൾ മാറി മാറി നേടാൻ അദ്ദേഹത്തെ സഹായിച്ചു എന്നുള്ളതാണ്. പരമ്പരാഗത വിശ്വാസത്തിനും അപ്പുറത്തേക്ക് നീങ്ങിക്കൊണ്ട് യുവതലമുറയെ ആകർഷിക്കുവാനും വിശ്വാസ സൂക്തങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും അകലുന്ന സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് യുവതലമുറയിൽ ഉണ്ടാകുമ്പോൾ അവരെ തിരിച്ച് കുരിശിന്റെ വഴിയിലേക്ക്, വിശ്വാസത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ പാപ്പ നടത്തിയ നീക്കങ്ങൾ ആണ് ഇന്ന് പാപ്പയുടെ മരണത്തിൽ ലോകം മുഴുവൻ, പ്രത്യേകിച്ച് യുവജനങ്ങളും പുതിയ തലമുറയും സ്തംഭിച്ചു നിൽക്കാനുള്ള ഏറ്റവും വലിയ കാരണം. ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ക്രിസ്ത്യൻ വിശ്വാസികളാണെങ്കിലും ക്രിസ്തു മതത്തെ തീർച്ചയായും ഷാജി ജോസഫ്, ഞാൻ തിരിച്ചെത്താം.